പോലീസ് എന്ന് പറയുമ്പോൾ തന്നെയുള്ള ധാരണകളെ പൂർണ്ണമായി മാറ്റിയ ഒരു പോലീസുകാരുണ്ട്. ഇങ്ങ് കാസർഗോഡ് ഉദിനൂരിലാണ്. ഈ ചെറുപ്പക്കാരന്റെ കാരുണ്യ സ്പർശം കൊണ്ട് നിരവധി പേരാണ് ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയത്. ഏറെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുള്ള പോലീസ് ജോലിക്കിടയിലും കൃത്യമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ തേടിയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അദ്ദേഹത്തെ കാസർഗോഡ് നഗരത്തെ ഏറെ തിക്കും തിരക്കുമുള്ള ഓരോ ഇടങ്ങളിൽ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് കാണാൻ കഴിയും. തിരക്കും സമ്മർദ്ദവും ഏറെയുള്ള ജോലി, രാപ്പകൽ വ്യത്യാസമില്ലാത്ത ജോലി സമയം. ഇതിനെല്ലാം ഇടയിലൂടെയാണ് ഖലീഫ ജീവകാരുണ്യ രംഗത്ത് ശ്രദ്ധേയമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ നൂറുകണക്കിന് കരൾ വൃക്ക രോഗികൾക്ക് ഈ മനുഷ്യനും സുഹൃത്തുക്കളും ചേർന്ന് ആശ്വാസമേകി 50-ലധികം തവണ രക്തദാനം നടത്തി. രക്തദാനം വളരെ ഈസിയാണ്. നാം മാറ്റിവെക്കുന്ന ഓരോ 15 മിനിറ്റും, നാം നൽകുന്ന ഓരോ രക്തത്തുള്ളിയും ഈ ഭൂമിയിലെ 4 പേർക്ക് പുതുജീവൻ നൽകും എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എൻ്റെ ഫാദർ ഒരു സന്നദ്ധ സേവകനായിരുന്നു, അറിയപ്പെടാത്തൊരു സന്നദ്ധ സേവകനായിരുന്നു. ഗൾഫിലൊക്കെ ഉണ്ടായ സമയത്ത് നാട്ടുകാരെയൊക്കെ സഹായിച്ച് റൂമിലൊക്കെ അവരെ താമസിപ്പിച്ച് അവർക്ക് വേണ്ടുന്ന ഭക്ഷണമൊക്കെ കൊടുത്ത് അങ്ങനെ ഒരു പാത നമുക്ക് പഠിപ്പിച്ചു തന്നാണ്, അങ്ങനെ ചെയ്യുന്നതാണ്. ഇത് നമുക്ക് കിട്ടുന്ന സമയം മറ്റുള്ളവർക്ക് കൂടി ഉപകരിക്കണം എന്നുള്ള കുറച്ചൊരു തീരുമാനം, അതുകൊണ്ട് സമയം ഉണ്ടാക്കി ചെയ്യുന്നതാണ്. മഹാമാരി കാലത്ത് നൂറുകണക്കിന് വീടുകളിലേക്ക് ഇദ്ദേഹം മരുന്നുകൾ എത്തിച്ചു. എല്ലാവരും നല്ല സപ്പോർട്ടാണ്, എല്ലാവരും കൂടി ചെയ്യുന്നതാണ്, ഒറ്റയ്ക്ക് എന്നല്ല, എല്ലാവരും കൂടിയാകുമ്പോഴാണ് വലിയൊരു കൂട്ടായ്മ ഉണ്ടാകുന്നതും ഒട്ടനവധി പേരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. അങ്ങനെയാണ്. മികച്ച സാമൂഹ്യ പ്രവർത്തകനുള്ള അംഗീകാരങ്ങൾ ഇദ്ദേഹത്തെ പലതവണ തേടിയെത്തി. ഇനിയും വരുന്ന കാലങ്ങളിൽ സേവന പാതയിലൂടെ മുന്നോട്ട് പോകാനാണ് ഈ പോലീസുകാരന്റെ തീരുമാനം. വർഷങ്ങൾ നീണ്ടുനിന്ന ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിനിടയിൽ സമാന മനസ്കരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ അദ്ദേഹത്തിന് ജീവിതത്തിലുടനീളം കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ തന്നെ ചേർത്ത് കൂടെ പിടിച്ചുകൊണ്ടുള്ള ഒരു കൂട്ടായ്മ രൂപീകരിക്കാനുള്ള തയ്യാറെടുപ്പിലേക്കാണ് അദ്ദേഹത്തിൻ്റെ മുന്നോട്ടേക്കുള്ള പ്രയാണം. ഷാജു ചന്തപ്പുരയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.